ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു ജാർ എടുത്ത് ഞാൻ എടുത്തു വെച്ചിരുന്ന പച്ച കുരുമുളക് ഉണ്ടല്ലേ, അത് 1 ടേബിൾ സ്പൂൺ നിറയുണ്ട്, അത് ആഡ് ചെയ്യുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായി പൊടിച്ചെടുത്തുകൊണ്ട് വരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം നമുക്ക് മാറ്റിയതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം എന്നിവയും ഇട്ട് ഇതിലേക്ക് ഞാൻ പകുതി നാരങ്ങ എടുത്ത് വെച്ചിരുന്നു, ആ നാരങ്ങയും പിഴിഞ്ഞു വീത്താം. ഈ വീഡിയോ ഇഷ്ടമായ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. നാരങ്ങയും പിഴിഞ്ഞു വീത്തി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണമെങ്കിൽ ഈ മസാലക്കൂട്ടും ഉപ്പും എല്ലാം ഈ ചിക്കനിലേക്ക് പിടിച്ച് നല്ല സെറ്റായി വരത്തുള്ളൂ. ഇതെവിടെ നന്നായി ഞാൻ കുഴച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫ് ആഡ് ചെയ്യാം. കറി ലീഫ് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന 4 സവാള എടുത്തിരുന്നു, ആ സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരുന്ന തക്കാളി, അത് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇടാം. ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ വഴറ്റണം. ഈ പേസ്റ്റും സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇങ്ങനെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരണം. ഇങ്ങനെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളവും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങിയില്ല, കുറേശ്ശെ വെള്ളം ഇറങ്ങി ചിക്കൻ ഒന്ന് തിളച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇവിടെ അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഒത്തിരി വെള്ളം ഇറങ്ങി ചിക്കനിൽ. ഇപ്പോൾ നല്ലതുപോലെ വെള്ളമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ അത് കമൻറ്റായി അറിയിക്കുക. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും അറിയിക്കുക. ഇവിടെ ഞാൻ വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ സെറ്റായി വെന്തിട്ടുണ്ട്. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കനാണ്. എല്ലാവരും ഇത് ക്രിസ്മസിന് ഉണ്ടാക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിനി അടച്ചൊന്നും വയ്ക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെ വറ്റിച്ച് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.